ഗൈസ്, ഇന്ദാമ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹാപ്പി വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഹാപ്പി വീഡിയോ. സിന്ധുമ്മയുടെ ആ ഒരു ഫ്ലോ ഒന്നും എനിക്ക് കിട്ടത്തില്ലല്ലോ. ഡെയിലി സിന്ധുമ്മയല്ലേ ഇൻട്രോ പറഞ്ഞു. സിന്ധുമ്മയുടെ ചാനലിൽ ഞാൻ ഇൻട്രോ പറഞ്ഞ് തുടങ്ങാന്ന് വിചാരിച്ചു. കാര്യം ഇന്ന് എൻ്റെ വീഡിയോ ആണ് കേട്ടോ. കാര്യം ഞാൻ അമ്മയ്ക്ക് ഇന്നൊരു സർപ്രൈസ് കൊടുക്കണം. അമ്മ എനിക്ക് എന്തായാലും ഇന്നലെ സർപ്രൈസ് ഒന്ന് വന്ന്. അപ്പൊ പിന്നെ എൻ്റെ അടുത്തൊരു 1 month മുമ്പ് എൻ്റെ അടുത്തൊരു കാര്യം ഇങ്ങനെ വേണ്ട, അമ്മ ഒന്ന് എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാ പിന്നെ കൊണ്ടുപോയേക്കാന്ന് വിചാരിച്ചു. സ്ഥലവും കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല, ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അമ്മയ്ക്കറിയാം, നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അമ്മയോട് ഞാൻ ഇന്നലെ പറഞ്ഞു, കാര്യം ഇത്രയും ദൂരെ നിന്ന് ട്രാവൽ ചെയ്ത് വന്നിട്ട് നമ്മൾ അനുവാദം ചോദിക്കാണ്ട് ഇനിയും ദൂരത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പൊ കുറച്ച് യാത്രയാണ്, യാത്ര അയക്കാൻ വേണ്ടി വന്നു. അമ്മയ്ക്ക് ഇന്ന് പണിയുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച സത്യത്തിൽ അമ്മയും കൂടെ കാണുമായിരിക്കും എന്നൊക്കെ വീട്ടിൽ നിന്ന് വിചാരിച്ചു. പക്ഷെ ഇവളോട് പറയാൻ പറ്റത്തില്ല, എടി വരുന്നുണ്ട്, ഇവളോട് മിണ്ടതല്ലേ വന്നത്. അപ്പൊ അമ്മയ്ക്ക് ഇന്ന് പണിയുണ്ട്. 9:30 ആകുമ്പത്തിന് പോകണം. അതിന് അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അമ്മ എന്തായാലും പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. പോകണമെന്ന് ആഗ്രഹമില്ല, എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഉത്സവം കാര്യങ്ങളും വിഷ്ണുവിന് പറ്റുമോ തിരക്കാണോ കമ്മറ്റിക്കാനൊക്കെയാണ് പാതിരാത്രിയിലൊക്കെ. ജസ്റ്റ് ഇന്നലെ ഒന്ന് സൂചിപ്പിച്ചു. ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അങ്ങ് പോയിട്ട്, കാര്യം നമ്മളെ കൊണ്ട് കൊച്ചു നമ്മുടെ പേരൻസിന് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. അവർക്ക് ഒരു കുറച്ചു നേരത്തെ സന്തോഷമാണെന്നുണ്ടെങ്കിൽ അത് നമ്മള് ഏറ്റവും കൂടുതൽ അല്ലെ. പിന്നെ നമ്മളൊക്കെ എന്തിനാണ് മക്കളാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അമ്മേനെ ആയിട്ട് ഞങ്ങളൊരു ചെറിയൊരു ട്രിപ്പ് പോവാണ്. നിങ്ങളും പോയി. അതെ, ഓരോന്നോരോന്ന് എണീറ്റ് വരുന്നുള്ളൂ കേട്ടോ. ഇന്നലെ ഉത്സവം കഴിഞ്ഞ് പാതിരാത്രിയല്ലേ വന്നത്. അതുകൊണ്ട് പാറും പൂഞ്ചിയൊക്കെ എണീറ്റ് വരുന്നുള്ളൂ. ബ്രഷ് അത് ചെയ്തില്ല. അവിടെ വീഡിയോക്ക് വരാൻ പറഞ്ഞിട്ട് വരുന്നില്ല കേട്ടോ. സിന്ധുമ്മ എവിടെ പോവാ, സിന്ധുമ്മ എവിടെ പോവാ, ഇരിക്കൊന്നും പോകണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറകെ നടപ്പുണ്ടായിരുന്നു എണീറ്റിട്ട്. അപ്പം എന്തായാലും കുഞ്ഞുങ്ങൾ എണീറ്റ് വരുന്നുള്ളൂ. തത്തമ്മയ്ക്ക് ഇന്ന് ഡ്യൂട്ടി ഇല്ല, തത്തമ്മയുണ്ടാകത്ത്. എല്ലാവരും ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് പോയിട്ട് എവിടെയാണ് പോകുന്നതെന്നൊക്കെ നോക്കിയിട്ട് പോയി സന്തോഷം, നിങ്ങൾക്കൊക്കെ സന്തോഷമാവും. ഒത്തിരി പേര് പോവാനായിട്ട് ആഗ്രഹിക്കുന്ന സ്ഥലമായിരിക്കും അല്ലെ. എന്തായാലും നിങ്ങളിൽ ഒത്തിരി പേര് അയ്യോ ഞങ്ങൾക്കൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരിക്കൽ പോലും പോയിട്ടില്ലാത്തവര് പോലും ഉണ്ടാവും കേട്ടോ. അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ട് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതെ, അപ്പൊ വായോ പോവാം. അപ്പൊ നമ്മളിതേ കൂടൽമാണിക്യം അമ്പലം എത്തി കേട്ടോ. കൂടൽമാണിക്യം ഇത് മറ്റേ നാലമ്പലം അല്ലേ. നാലമ്പലങ്ങളിൽ ഒരമ്പലമാണ് കേട്ടോ ഇത്. ഈ ടൈമിലൊക്കെ അല്ല, ഏതോ ഒരു സീസണിൽ ഭയങ്കര തിരക്കാണല്ലേ ചോദിച്ചു. ഭയങ്കര തിരക്കാട്ടോ. അപ്പൊ നമുക്ക് ആണോ? അതിലൊരെണ്ണമാണിത്. ഒരെണ്ണം വീണ്ടും ഒരെണ്ണം നമ്മുടെ ഇവിടെ തന്നെ അല്ലേ. 2 നമ്മുടെ ഇവിടെ തന്നെയാ കേട്ടോ, ഏകദേശം അടുത്ത് തന്നെയാ. അപ്പൊ നമുക്ക് അമ്പലത്തിലോട്ട് പോവാട്ടോ. അങ്ങനെ നമ്മളിത് അമ്പലത്തിലോട്ട് ഓടിക്കും. അമ്മയുടെ ഡൗട്ട് ആണ് കേട്ടോ, അതിനകത്ത് ഫോൺ കയറ്റാൻ പറ്റുവാടാ? അത് ഓടിക്കും. അല്ല, ഫോൺ ഓരോ അമ്പലങ്ങളിലും അങ്ങനെ ഇപ്പൊ കയറ്റാൻ പറ്റില്ലല്ലോ, ഭയങ്കര നിയമങ്ങളൊക്കെ അല്ലേ. അപ്പൊ ഓടിച്ച ഇവിടുന്ന് ഇടുക്കി വരെ ഓടിച്ച പാടാ സീന. അതുകൊണ്ട് ഞങ്ങള് ഇവിടെ വെച്ച് എന്തായാലും അങ്ങ് കട്ട് ചെയ്തിട്ട് കയറി പോലമേ. ഞങ്ങളോടാ കളി. ചേട്ടൻ ഡോറടച്ചിടുവാണെങ്കിൽ ചേട്ടൻ ഡോറടക്കട്ടെ. അച്ഛനെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല കേട്ടോ, പാൻ്റൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട്. പാൻ്റ് ഇട്ടവർക്ക് കയറാൻ പറ്റില്ലെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. നമുക്കറിയില്ല കേട്ടോ. എന്തായാലും നോക്കാം, പോവാം. അപ്പം നമ്മൾ കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. വിഷ്ണു പറഞ്ഞു ഏതായാലും നമ്മൾ അതിലല്ലേ പോകുന്നത്, അപ്പം നമുക്ക് അമ്മേനും കൂടെ അവിടെ കൊണ്ടുപോകാടി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത്. അപ്പോൾ എല്ലാ അമ്പലങ്ങളിലും പോകുമ്പോൾ 3 കാര്യങ്ങളും ഒക്കെ പറഞ്ഞാൽ സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാനോട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച്. ഞാൻ 3 കാര്യം പറഞ്ഞില്ല കേട്ടോ, ഞാൻ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അത്രയും അത്യാവശ്യമായിട്ട് എനിക്ക് ഒരു കാര്യം പറയണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത 5-ാം തീയതിക്ക് മുമ്പിൽ അത് സാധിച്ചത് ഞാൻ അടുത്ത മാസം ഉറപ്പായിട്ടും വന്നേക്കാം ഭഗവാനെ എന്ന്. അപ്പൊ ഞങ്ങള് ക്ഷേത്രത്തിലൊക്കെ കയറി. ഭയങ്കര ഒരു ഇതായിപ്പോയി കേട്ടോ. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് അത്രയും വലിയ വിഗ്രഹവും അത്ര ഹൈറ്റിലിരിക്കുന്നത് കാണും. ഞാനും അതെ കേട്ടോ, ഞാനും വന്നിട്ടില്ല, ആദ്യമായിട്ടാണോ. ഭയങ്കര ഒരു പ്രത്യേക ഒരു ചൈതന്യം കേട്ടോ. 3 ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. നടന്നാൽ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. ഞാൻ ഒരാഗ്രഹം ഈ അമ്പലത്തിൽ പറഞ്ഞുള്ളൂ, അത് നടന്നാൽ ഞാൻ പറയാം. 3 ആഗ്രഹം പറഞ്ഞില്ല, ഒരാഗ്രഹമേ പറഞ്ഞുള്ളൂ. കാരണം 3 എണ്ണം പറയുമ്പം ഏതെങ്കിലും ഒരെണ്ണമല്ലേ സാധിച്ചു കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കള്ളി ഈ ഐഡിയ എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഓർമ്മ പറഞ്ഞു. 3 എണ്ണം നമുക്ക് പറയാം അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോകും. പക്ഷേ ചിലപ്പോൾ ആ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും സാധിച്ചിട്ടുണ്ട്. എനിക്ക് സാധിച്ചു. കിട്ടും. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഈ പ്രാവശ്യം അത്രയും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എൻ്റെ മനസ്സിൽ തോന്നി. അത് തന്നെയല്ലേ ഇവരല്ലേ എന്നെ കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു കാര്യം സാധിക്കുമെന്ന് നോക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത മാസം വീണ്ടും ഒന്ന് തുടങ്ങും. ചൂടൊന്നും നോക്കത്തില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ പേരയ്ക്ക കണ്ടു കേട്ടോ. പേരയ്ക്ക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് പേരയ്ക്ക മേടിക്കാമെന്ന് വിചാരിച്ചു. മേടിച്ചിട്ടുണ്ട് കേട്ടോ.
2 പേരയ്ക്ക കൊതിച്ചുകൾക്ക്. പേരയ്ക്ക കൊതിച്ചില്ല, ഒരു പേരയ്ക്ക കൊതിച്ച്. ഒരെണ്ണം പുറകെ ഇരിപ്പുണ്ട് കേട്ടോ, ഒരെണ്ണം ഫ്രണ്ട് ഞാനും. ആ ജാനിക്ക് പേരയ്ക്ക ഭയങ്കര ഇഷ്ടമാ. ശരിയാ, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു പോവാ കേട്ടോ. എങ്ങോട്ടേക്കാന്നുള്ളതല്ലേ? ആണോ? അല്ല, ഈ പാർക്കിംഗ് ഏരിയ കാണുമ്പോഴോ? ഈ പാർക്കിംഗ് ഏരിയ കാണുമ്പോഴോ? ഗുരുവായൂരമ്പലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതെന്നെ അമ്മ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നമുക്ക് അത്ര ഉള്ളിലോട്ട് ഫോൺ കയറ്റാൻ അലൗഡ് അല്ല കേട്ടോ, അതുകൊണ്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. കുറുമ്പത്തി കൃഷ്ണന് കൊടുക്കാൻ പോവാ കേട്ടോ, കുഞ്ഞു കൃഷ്ണന്. ആ, ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ചെരുപ്പിടാം. അവിടെ ഇടാമോ? ആണോ? ആണോ? അപ്പൊ നമുക്ക് പോവാല്ലേ? കൂവാതറി അമ്പലത്തിൽ വന്നിട്ട് കൂവിച്ച കേട്ടോ ഇവിടെ. നോക്കിയാൽ ചോറ് കൊടുക്കാനൊക്കെ കൊണ്ടുവന്നേക്കുന്നതായിരിക്കും ഓരോ നിങ്ങളെ കണ്ടോ. മാക്കറി. അപ്പം നമ്മൾ ഗുരുവായൂരപ്പനത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം പറഞ്ഞിട്ട് പോകാം, ഈ മാസം ആദ്യം ഞാൻ വന്നേക്കാവേന്ന്. ദൈവമേ, മതി വെകിളി പിടിക്കുക കേട്ടോ. അവസരം കുഞ്ഞികൃഷ്ണൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് തരുവാണ്. ഇതാണ് പറയുന്നത്, നമുക്ക് വന്നാൽ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റും, കൃഷ്ണനെ കാണാൻ പറ്റും. ഇത് കണ്ടോ, കണ്ടിട്ടും കണ്ടോ? ശരിക്കും ഉണ്ണിക്കണ്ണം കാണിക്കുന്ന പരിപാടി മൊത്തം കാണിക്കുന്നുണ്ട്, കുറുമ്പ് മുഴുവൻ. ഒരു സൂചി നിലത്തെടുക്കണേ, അതൊന്നും എടുത്തിട്ട് ആരാടാ ഞാൻ നടക്കുന്ന സൈഡിൽ സൂചി ചോദിച്ചോ? അത് എടുക്കാൻ നോക്കിയിട്ട് എല്ലാവരും കൂടെ കാണിക്കത്തുമില്ല. ഇതുണ്ടോ? അപ്പം വന്നപ്പം തന്നെ നല്ല കണ്ണിനും മനസ്സിനും കുളിർമയുന്ന കാഴ്ചയാണ് കണ്ടത് കേട്ടോ. ഒരു കുഞ്ഞുണ്ണിക്കണ്ണനെ കണ്ടു കേട്ടോ. ആള് പൊളിയായിരുന്നു. എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല കേട്ടോ. ശരിക്കും നമുക്ക് എന്താ പറയുന്നത്, ശ്രീകൃഷ്ണനെ കാണുന്ന അതേ ഫീലിങ്സാണ് കേട്ടോ. കണ്ണു തട്ടായിരിക്കട്ടെ ദൈവമേ എൻ്റെ ഭഗവാനെ. മുളകൊക്കെ ഉപ്പൊക്കെ ഒഴിഞ്ഞിട്ടോളാം ഞാൻ പറഞ്ഞു കേട്ടോ. അന്നേരം ഒരു ഓടക്കുള്ളിലൂടെ കൊടുക്കേണ്ടതായിരുന്നല്ലോ എന്ന് ഞാൻ ആ മോൻ്റെ അച്ഛനോട്, കണ്ണൻ്റെ അച്ഛനോട് പറഞ്ഞപ്പോഴേ അച്ഛൻ പറയാം ഉണ്ട്, ഓടക്കുള്ളുണ്ട്, അവനെ എറിഞ്ഞെറിഞ്ഞ് കളയും, ആ വികൃതി കാട്ടുവാന്ന്. നല്ല രസമായിരുന്നു കേട്ടോ. തുള്ളി കളിക്കിരി വേണ്ട. അപ്പോൾ എല്ലായിടവും ഒന്ന് കറങ്ങാം. ഫസ്റ്റ് കണ്ടത് ഞാനാ. ആണോ? ഇപ്പൊ അത് ന്യൂസിൽ വന്നിട്ടുണ്ട്. ടേസ്റ്റ് ഒന്നും ഇടല്ലെന്ന് കാര്യം നിറച്ചു ഉണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോഴാണ് ഒരു പാട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ റോഡിൽ കൂടെ എന്നെ പഠിച്ചാണെന്ന് പേടിച്ചു പോയി. കുറെ കൊരങ്ങാവത്ത വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. ഞങ്ങള് ചുമ്മാ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു. അതെ, തൊഴുതൊക്കെ ഇറങ്ങി. നമ്മള് വന്നു മൊത്തത്തിലൊന്ന് കറങ്ങിട്ട് പോകാം. അതെ, വീഡിയോ എടുക്കുന്നതൊന്നും കുഴപ്പമില്ല, ഒത്തിരി ആൾക്കാർ എടുക്കുന്നുണ്ട്. എല്ലാവരും എടുക്കുന്നുണ്ട്. അന്ന് നിങ്ങളൊന്ന് പഠിപ്പിച്ചില്ലേ? ഞാൻ ഈയിടെ വന്നപ്പോഴും എടുത്തന്നേ, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ എടുക്കാന്ന് വെച്ചാൽ ഉള്ളിൽ കയറ്റാൻ പറ്റത്തില്ല. അതിനെല്ലാം വിഗ്രഹം കാണിക്കാൻ പാടില്ല എന്നല്ലേ. അപ്പം കേട്ടോ, പായസക്കൊതിച്ചികളാണ്. ഞങ്ങൾ ഇവിടെ ഇന്ന് വലിയ തിരക്കില്ല കേട്ടോ. പായസത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ വന്നപ്പോൾ തിരക്കുണ്ടായിരുന്നു. എന്നാലും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ തൊഴുതലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞ് മൊത്തം ഒന്ന് ചുറ്റി. അത് കഴിഞ്ഞപ്പോൾ പായസം മേടിക്കാൻ വേണ്ടി പോയി നിൽക്കുന്നത് വേണ്ടോ. നീർക്കാക്കകളൊക്കെ ഇരിക്കുന്നത് ഉണ്ടോ? അതെ, എന്നിട്ട് അതെ പായസമൊക്കെ മേടിച്ചു. അല്ല പിന്നെ ആകെപ്പാടെ ഒരു 120 രൂപയുടെ പായസത്തിൻ്റെ ചിലവേ എനിക്ക് അവൻ വരുത്തി വെച്ചുള്ളൂ. നീ നിൻ്റെ മകളും അതാണോ ചെയ്യുന്നത്? പേരയ്ക്ക 100. നീ ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ എന്നൊക്കെ കാണുന്നത് പറയുന്നില്ല. ഞങ്ങൾ പറയും ഇങ്ങോട്ട് വന്നപ്പോൾ 5 അടുത്ത് മാങ്ങാപ്പഴം ഇരിക്കുന്ന കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോൾ മാങ്ങാപ്പഴം മേടിക്കണത്. മാങ്ങ, പേരയ്ക്ക, ഉപ്പിലിട്ടത്. ഇത്രയും ഉപ്പിലിട്ടത് ഉണ്ടെങ്കിലും ഇരിക്കുന്നത് കണ്ടപ്പോൾ ഉപ്പിലിട്ടത്. ഇതൊക്കെയാ കേട്ടോ. അപ്പോൾ മതി. ഫുള്ള് ചുറ്റി വെള്ളം വെച്ച് ഭയങ്കര വെയിലായിരുന്നു.
കാലൊക്കെ പൊള്ളി, എന്നാലും വേണ്ടിയല്ല. അയ്യോ എന്നമ്മ എൻ്റെ കൊച്ചിനെ കൊടുത്തേക്കല്ലേ മീമിക്കൊന്നും. എൻ്റെ ജയ്യമ്മേ, എൻ്റെ കൊച്ചിനെ കൊടുത്തേക്കല്ലേ. അത്യാവശ്യം ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പം ഇച്ചിരി തിരക്കൊക്കെ കുറഞ്ഞു കേട്ടോ. ഇന്നിപ്പോൾ ഇതിലെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ചേച്ചിക്കുട്ടിയും ചേട്ടനോട് ഇതിലെ കൊണ്ടു നടന്ന് ഒരു ദിവസം ഫുൾ ഡേ ഭഗവാന്റെ അമ്പലത്തിനും അമ്പലപരിസരത്തും കൂടെ ഒരു ദിവസം ഫുള്ള് നോക്കിയാണ്. അതെനിക്ക് ഓർമ്മ വന്നു കേട്ടോ. രണ്ടുപേരും പെട്ടെന്ന് ഓർമ്മ വന്നു. എല്ലാ കാര്യങ്ങളും 10 ദിവസം കൊടുക്കാതെ ഒന്ന് കാണിച്ച് തന്ന് എല്ലാം ഇതാക്കി തന്നതേ പോന്നു. നല്ലൊരു ഭയങ്കര പോസിറ്റീവാണ് കേട്ടോ. ചേച്ചിയോട് എപ്പോഴും പറയും, ചേച്ചി ഒരു മാസം വരും, എപ്പോഴും വരും. അപ്പോൾ ചേച്ചിയോട് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി അടി വെച്ചാൽ നീ എല്ലാവരും നോക്കി ഭയങ്കര സൗന്ദര്യവും എല്ലാവർക്കും സത്യമാണ്. ഒരു പ്രത്യേക ഒരു ഐശ്വര്യവും പ്രത്യേക ഒരു ചൈതന്യവും ഒക്കെ ഇവിടെ വരുമ്പോൾ. എനിക്ക് എടുക്കാൻ പറ്റില്ലേ? അയ്യോ എന്നെ എടുക്കാൻ പറ്റില്ലേ, എന്നെ എടുക്കണേ എന്ന് പറഞ്ഞ് ജാനി കരട്ടോ. എനിക്ക് ഉമ്മ വേണേ, ഉമ്മ തരണേ. ആ റിച്ചു ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങള് ബാക്കിൽ പതുക്കെ പോവാണ്. ക്ഷീണിച്ചു അല്ലേ? ഇവന്റെ ഇത് നോക്കണ്ടേ. അപ്പൊ നമ്മളിവിടെ കടയിൽ കയറിയതാണ് കേട്ടോ. അമ്മയ്ക്ക് കണ്ണന് കൊടുക്കാനായിട്ട് എന്തോ ഒരു കുഞ്ഞു കൃഷ്ണനെ മേടിച്ചിട്ട് വരാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്ത് ആരുമില്ല, വേറെ എല്ലാം നമ്മുടെ കണ്ണൂർക്കാണ്. അവൻ പറഞ്ഞിട്ട് പോട്ട് എനിക്കൊരു കുഞ്ഞു കൃഷ്ണനെ മേടിച്ചിട്ട് ഏറ്റവും കുഞ്ഞായിരിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ ഏറ്റവും കുഞ്ഞു കണ്ണനെ മേടിച്ചിട്ട് വേറെ കേട്ടോ. അത് കാണിച്ചു തരാം, വീട്ടിൽ ചെല്ലട്ടെ. എന്നിട്ട് വെച്ചു ഭയങ്കര ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. നെറ്റിപ്പട്ടം സൂപ്പർ. ഓ മേടിച്ചില്ലേ? അപ്പൊ നമ്മള് ഫുഡ് അടിക്കാൻ വേണ്ടി കയറിയേക്കാണ് ഗൈസ്. എന്താണ് സിന്ധു മമ്മിക്ക് വേണ്ടത്? പറയട്ടെ, നല്ല സാധനമാണോ? ഇന്ന് ഞാൻ ഇവരെ മുടിപ്പിച്ച് കൈ കൊടുക്കുന്ന ദിവസമാണ്. അത്രക്കൊക്കെ വേണോ? കുഴപ്പമില്ല, പൊറോട്ടയോ വേണ്ടിയിരുന്നില്ലല്ലേ സജി, കൊണ്ടാറുണ്ടായിരുന്നു. ഇത് എന്റെ എന്താ പറയാ, ഒരു പൂരി സെറ്റ് മേടിക്കാം. എന്നാ ഒരു പൂരി സെറ്റിൽ ഒതുക്ക് തൽക്കാലം. ഉച്ചക്ക് നമുക്ക് നോക്കാം. അല്ല, ഉച്ചക്ക് മുമ്പായിട്ട് എപ്പോഴാ തിരിച്ചു വീട്ടിൽ വരുന്നതെന്ന് നോക്കട്ടെ. ഉച്ചക്ക് മുമ്പായിട്ട് വരുന്ന വല്ല ബിരിയാണിയോ ബിരിയാണി പറയാം. മട്ടൻ ബിരിയാണിയോ എന്തായാലും ഇറങ്ങി തിരിച്ചു. മട്ടൻ ബിരിയാണി എന്ന് വെച്ചാൽ വെച്ച് വീഴും. ഓ ഫാനിടാൻ. അയ്യോ ചമ്മി പോയി, ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ മസാല ദോശ. ഭയങ്കര തിരക്കാ ഇവിടെ. ഇവിടെ അമ്പലത്തിലുള്ളവരാ കൂടുതലും വരുന്നത്. നല്ല ഫുഡല്ലേ ഇവിടുത്തെ. കണ്ടോ, വല്ലതും മനസ്സിലായോ? ഇവരിങ്ങനെ വിളിച്ചു പറയും, അപ്പൊ അത് അവിടുന്ന് പാഴ്സലാക്കും. കൊച്ചെന്നെ കഴിക്കുന്നത് മസാല ദോശ. മസാല ദോശ. ജാനിക്കുട്ടി രാവിലെ തന്നെ ഒരു കൊടയിലൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. ശ്രദ്ധിച്ച് കുക്കി ഇരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ വെള്ളം കൊണ്ടുപോകും. ഹോട്ടലുകാരുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വെള്ളം കൊണ്ടുപോകും. വലിയ ഹോട്ടലിലൊക്കെ എന്താന്ന് വെച്ചാൽ ലേറ്റ് ആകുന്ന സമയം. അപ്പൊ ഇപ്പൊ ഞാൻ കണ്ടിട്ട് വെച്ചാൽ കറിയും കൊണ്ടത് മസാല ദോശ. ഇനി സാധനം വന്നാൽ വട, അട, പൊറോട്ട, പുട്ട്, കടല, ഇതൊന്നും ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഉള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാ അല്ലേ? പൊറോട്ട ഇല്ല, പുട്ടില്ല, പൂരിയില്ല. ഇവിടെ ഭയങ്കര തിരക്കാ. കൂടുതൽ നമ്മള് കേറുന്നുണ്ട് കേട്ടോ. അമ്മ ഞാനും പോയിട്ടില്ല. പോയിട്ടില്ലാത്ത അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുന്നത് ഭയങ്കര ഒരു അനുഗ്രഹമല്ലേ. ഞാൻ വേറൊരു സ്ഥലത്തോട്ടായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ അന്നേരം വിഷ്ണു പറഞ്ഞു, ഇപ്പൊ നമ്മൾ അമ്മ ഇതിനെ പോകുന്നത്, അമ്മ പോയിട്ട് ഇട്ടോ നമുക്ക് പോയേക്കാം. പിന്നെ അല്ല കൂടൽമാണിക്ക് കാണാം. ഇതാണ് നമ്മുടെ ഇരിങ്ങാലക്കുട, ടോവിനോ തോമസിന്റെ നാട്. ചെല്ലാം കേട്ട് അതുപോലെ ഇന്നസെന്റ് സാറിന്റെ സ്ഥലത്തല്ലേ അപ്പുറത്ത്. ആളില്ല, ആള് വലിയൊരു കലാകാരനായിരുന്നു. ആളിപ്പോ ഇല്ല, എന്നാലും പറഞ്ഞു നമ്മൾ ഓർക്കും. മറക്കല വേണ്ട. ഇവന്റെ അമ്മയുടെ കൂടെ പഠിച്ചതാ എന്റെ അമ്മ ജാനിക്കുട്ടി. എന്നിട്ട് ജാനിക്കുട്ടി അപ്പുറത്തെ ആൾക്കാരെയൊക്കെ നോക്കി കറക്കി എടുക്കാം. അമ്മേനേക്കാളും വലിയ മസാല ദോശയാണല്ലോ അമ്മ.
എനിക്ക് മസാല ദോശ ഉണ്ടെന്നതിനെക്കാട്ടി ചെറിയ പൂരി മതി ഇല്ല എന്നാ ചെയ്യാൻ പറ്റുമല്ലേ. ജാനിക്കുട്ടി പതുക്കെ തട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് മാത്രമില്ല, ജാനിക്കുട്ടി തിന്നിട്ട് വേണം എനിക്ക് എന്റെ ബാലൻസ് തിന്നാനായിട്ട്. അത് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഉള്ളത് മതി. ഞങ്ങളിനി ഇച്ചിരി ഡാൻസ് ഒക്കെ കളിക്കും. നമ്മൾ പോകുന്ന വഴിക്ക് ഉപ്പിലിട്ടേക്കുന്നൊക്കെ സാധനങ്ങൾ കണ്ടു കേട്ടോ. ഉപ്പിലിട്ടത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിടത്തില്ലല്ലോ. ഏത് അത് തന്നെ. അപ്പം ഞങ്ങള് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് കേട്ടോ. ഞാനും എനിക്കും അമ്മയ്ക്കും മോരും വെള്ളം, ചാനിക്കും വിച്ചുവിനും നെല്ലിക്കാക്കാന്താരി. ആ കിളി പോകുന്നു, പറക്കും കിളി. അന്ന് സുധാമ ഇവിടുന്ന് കുടിച്ചിട്ടേ ഓ എൻ്റെ അമ്മ. പൈനാപ്പിൾ ജ്യൂസോ ചോദിച്ചോക്കട്ടെ. അപ്പൊ വിച്ചു ചേട്ടാ 2 വെള്ളം മതി, 2 വെള്ളം മതി. ഓ വാവ്, നെല്ലിക്കാന്താരി കേട്ടോ അടിക്കുന്നത്. മരിച്ച് തീർന്ന് വിച്ചു തീർന്നു. എനിക്ക് വേണ്ട, ഭയങ്കര എരുവാ. അണ്ടകടാകം വരെ കത്തിപ്പോവും. എനിക്ക് വേണം ചേരി, എണ്ടകടാകം വരെ എരിയും. ആ ഓക്കെ. ഇത് ഏതാ സ്ഥലം എന്നൊന്നും അറിയില്ല കേട്ടോ, പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. തുരുത്തുണ്ട്. ചേറ്റുവ ബ്രിഡ്ജോ? നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പത്തേക്ക് എടുത്തതാണേ. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോൾ തൃപ്പേറി വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ തൃശ്ശൂർ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. ഭയങ്കര ചൂടിപിടി വന്നപ്പോൾ നല്ലൊരു കാറ്റ്. അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ ഒഴിച്ച് നേരം ഇരിക്കട്ടെ മക്കളെ എന്ന്. എന്നാന്നോ വെളുപ്പിനെ എണീറ്റ് പോട്ടെ, ഉറക്കമൊക്കെ ശരിയാഞ്ഞിട്ടാന്ന് തോന്നുന്നു, ഭയങ്കര ഒരു ക്ഷീണം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഇച്ചിരി നേരം ഇവിടെ ഒന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വന്നിരുന്നു. കഴിച്ചോ എന്നതാനോ കഴിച്ചേ? എന്നതാ കഴിച്ചേ? ചപ്പാത്തിയും പൊറോട്ടയും കഴിച്ചോ? ഇനി ഛർദ്ദിക്കുവോ? ഇങ്ങോട്ടൊന്ന് ചോദിച്ചേ, നീ തരത്തിക്കുവോ? ഇല്ലേ അമ്മ വന്ന് പിടിച്ചോണ്ട് പോവും. എന്ത് ചെയ്യമ്മേ? എല്ലാവരും പിടിച്ചോണ്ട് പോവും. ഇങ്ങോട്ട് പോരെ ഛർദ്ദിക്കുണ്ടി പെണ്ണ്. അയ്യോ, പിടിച്ചോണ്ട് പോവേ വല്ലവരും പിടിച്ചോണ്ട് പോവേ. ഇരുന്നോ, ഞങ്ങൾ പൊക്കോളാം. കൊച്ചിവിടെ ഇരുന്നോ? ഇവിടെ ഇരിക്കുന്നുണ്ടോ? എന്നാ കഴിച്ചേ? ഫുഡൊക്കെ അടിച്ചിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു സ്പ്രൈറ്റോ 7-Up മേടിച്ച് തരാൻ പറഞ്ഞിട്ട് മേടിക്കാൻ പോയതാ വിഷ്ണു. ഈ തണുത്ത് ചിന്തമ്മ ഒന്നും കഴിക്കുന്നില്ലേ? പറ്റത്തില്ല. AC ഭയങ്കര ക്ഷീണമാണെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വന്നിട്ട്